ഏഴഴകുള്ളൊരു കുളം. കഷ്ടം, ആരാണ് അതിനെ ഇങ്ങനെ ഒഴുക്കി വിട്ടത്? വേണ്ട കുമാരി, രാജകൽപ്പന ഭയന്ന ഏതോ ഹെബ്രായ സ്ത്രീ ഒഴുക്കിവിട്ട കുഞ്ഞാണത്. അതിനെ തുടരണ്ട. മാറി നിൽക്കൂ. അനുകമ്പയാണ് ഒരു വനിതയ്ക്ക് വേണ്ട ഏറ്റവും വലിയ സൈവം. എന്നെയും നിങ്ങളെയും പോലെ ഏതോ ഒരു സ്ത്രീ ജന്മം നൽകിയതാണ് ഈ കുഞ്ഞിനെ. എന്തൊരു അമ്മണിത്തമുള്ളവരാകുന്നു. അവന്റെ നുണക്കുടി കാട്ടിയുള്ള പുഞ്ചിരി കണ്ടില്ലേ? കിഴക്കൻ മലകൾക്ക് മേലെ പൊൻപികൾ ഒതിച്ചെഴുതുന്നത് പോലെ. ഇവനാണ് നിസ്സാരക്കാരനല്ല. കണ്ടില്ലേ, ഒഴുകി വന്ന് നേരെ ഫറവോയുടെ സീമന്തപത്രിയുടെ കരങ്ങളിലേക്ക്. ഇനി എന്തായാലും നീ എങ്ങും പോകില്ല. എന്റെ കരങ്ങളിലേക്ക് വന്ന് കയറിയതുകൊണ്ട് എന്റെ ദത്തുപുത്രനായി നീ വളരും. കുമാരി, അവിടുത്തെ അഭിഷ്ടം പോലെ തന്നെ നടക്കട്ടെ. പക്ഷെ ഇവരുടെ ഹെബ്രായ കുഞ്ഞാണ്. എന്നെ വളർത്തുവാൻ ഹെബ്രായ കൂട്ടത്തിലെ ഒരു പെണ്ണിനെ ഏൽപ്പിക്കുന്നതാണോ ഉത്തമം? നീ പറഞ്ഞതിലും കാര്യമുണ്ട് സഖി. ഒരമ്മയുടെ എല്ലാ പരിലാളനകളും കിട്ടി അവൻ വളരണം. അന്തഃപുരത്തിൽ ഒരുപക്ഷെ അവൻ ഒറ്റപ്പെട്ടു പോയാലും. ഈ സുന്ദരി പെണ്ണെ, പുൽച്ചുമടി താഴെ വെച്ചിട്ട് ഇവിടെ വരും. ഹെബ്രായ പെൺകുട്ടികൾക്ക് സൗന്ദര്യവും മിടുക്കും വേണ്ടുവോളം ഉണ്ടെന്നത് നേര് തന്നെ. ഇവളും ഒരു കൊച്ചു സുന്ദരി തന്നെ. എന്താ നിന്റെ പേര്? മേരി. മിടുക്കി പെണ്ണെ, രാജകുമാരിക്ക് വേണ്ടി ഈ കുഞ്ഞിനെ വളർത്തുവാൻ ഹെബ്രായ കൂട്ടത്തിൽ നിന്നും കുലീനയായ ഒരു സ്ത്രീയെ കണ്ടെത്തുവാൻ നീ ഞങ്ങളെ സഹായിക്കാമോ? എന്റെ പിന്നാലെ പുലിച്ചുമുടുമായി വരുന്നത് ജ്ഞാനിയായ താനിയലിന്റെ മകൾ ജോക്കേബേത്താണ്. ഈ കുഞ്ഞിനെ അവർ പൊന്നുപോലെ നോക്കിക്കൊള്ളു. ജ്ഞാനിയായ നഥാനിയേലിന്റെ മകൾ ജോക്കേബേത്ത്.